ശബരിമല സ്വർണ്ണ കവർച്ചയിൽ എൻ വാസുവിന്റെ ജാമ്യ ഹർജിയിൽ വിധി നാളെ. റിമാൻഡ് കാലാവധി 90 ദിവസം കഴിഞ്ഞത് കാട്ടി സ്വാഭാവിക ജാമ്യ ഹർജിയാണ് നൽകിയത്. ഇന്ന് ജാമ്യം അനുവദിക്കണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടെങ്കിലും വിവേചനം കാണിക്കാൻ പറ്റില്ലെന്നായിരുന്നു കോടതി നിലപാട്. പത്മകുമാറിനെ 14 ദിവസത്തേക്ക് കൂടി റിമാൻഡ് ചെയ്തു. 90 ദിവസം കാലാവധി പൂർത്തിയാക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളതിനാൽ പത്മകുമാറും സ്വാഭാവിക ജാമ്യം തേടി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. എം മനോജ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മനോജ്, എൻ വാസുവിന്റെയും പത്മകുമാറിന്റെയും സ്വാഭാവിക ജാമ്യ പരിരക്ഷ ലഭിക്കുന്നതിനുള്ള ദിവസങ്ങൾ അടുത്തിരിക്കുകയാണ്. എൻ വാസുവിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് 90 ദിവസം പൂർത്തിയായിരിക്കുകയാണ്. നാളെ ജാമ്യ ഹർജി പരിഗണിക്കുമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. പത്മകുമാറിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും 90 ദിവസത്തെ കാലാവധി പൂർത്തിയാക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതിനാൽ പത്മകുമാറിനും സ്വാഭാവിക ജാമ്യം കിട്ടും എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്താണ് മറ്റു വിവരങ്ങൾ? ഇപ്പോൾ പത്മകുമാറിനെ കോടതിയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അതായത് ഈ പത്മകുമാറിൻ്റെ റിമാൻഡ് കാലാവധി 14 ദിവസത്തേക്ക് കൂടി ഇപ്പോൾ വിജിലൻസ് കോടതി നീട്ടി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എൻ വാസുവിൻ്റെ ജാമ്യ ഹർജിയിൽ ഇന്ന് കോടതി വാദം കേട്ടു. വിജിലൻസ് കോടതി നാളത്തേക്കാണ് എൻ വാസുവിൻ്റെ ജാമ്യ ഹർജിയിൽ വിധി പറയുവാൻ വേണ്ടി മാറ്റിയേക്കുന്നത്. എന്തായാലും പ്രതിഭാഗം വാദമെന്ന് പറയുന്നത് സ്വാഭാവിക ജാമ്യമായതുകൊണ്ട് തന്നെ 90 ദിവസം പൂർത്തിയായി. ഇന്നത് 92 ദിവസമാണ് എൻ വാസുവിൻ്റെ റിമാൻഡ് കാലാവധി. അത് കോടതിയിൽ ഇന്ന് പ്രതിഭാഗം വാദം ഉന്നയിച്ചത് സ്വാഭാവിക ജാമ്യമായതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ അനുവദിച്ച് കിട്ടണമെന്നാണ്. എന്നാൽ കോടതി ഇക്കാര്യത്തിൽ പറഞ്ഞത് മറ്റു പ്രതികളെ പോലെ തന്നെയാണ് എൻ വാസുവും. അതിലൊരു വിവേചനം കാണിക്കാൻ സാധിക്കില്ല. ഇത് സാധാരണ ഒരു കേസല്ല, പ്രധാനപ്പെട്ട ഒരു കേസ് തന്നെയാണ്. അതുകൊണ്ട് സ്വാഭാവിക ജാമ്യമായാൽ പോലും ഒരു ദിവസത്തേക്ക് മാറ്റി അത് വിധി പറയുവാൻ സാധിക്കുകയുള്ളൂ എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും നാളെയോടുകൂടി തന്നെ എൻ വാസുവും ജയിലിന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഈ കേസിൽ 5ാമത്തെ ആളായാണ് ഈ എൻ വാസു ജയിലിന് പുറത്തേക്ക് ഇറങ്ങുക. അതിനുശേഷം നാളെ KS ബൈജുവിൻ്റെ അടക്കമുള്ളവരുടെ ജാമ്യ ഹർജി പരിഗണിക്കുന്നുണ്ട്. KS ബൈജുവും 90 ദിവസം പൂർത്തിയായിരിക്കുന്നു. അതോടൊപ്പം തന്നെ പത്മകുമാർ ഇന്ന് റിമാൻഡ് കാലാവധി നീട്ടിയെങ്കിലും 90 ദിവസം പൂർത്തിയാകാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ ഇരു കേസുകളിലും പ്രതിയായിട്ടുണ്ട്. അതായത് ദ്വാരപാലക ശില്പ കേസിലും കട്ടിളപ്പാളി കേസിലും പത്മകുമാറിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് കൊണ്ട് തന്നെ ഈ 2 കേസുകളിലെയും റിമാൻഡ് കാലാവധി പരിശോധിച്ചാകും കോടതി ജാമ്യം അനുവദിക്കുക. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം SIT ഇതുവരെ ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രതികൾക്കൊക്കെ സ്വാഭാവിക ജാമ്യം അനുവദിച്ച് കിട്ടാനുള്ള സാധ്യത ഏറെയാണ്. ഇതുവരെ സ്വാഭാവിക ജാമ്യത്തിന് അപേക്ഷിച്ച ഒരു പ്രതികൾക്കും കോടതി ജാമ്യം നൽകാതിരുന്നിട്ടില്ല. കാരണം 90 ദിവസം കഴിഞ്ഞാൽ ഏതൊരു പ്രതിക്കും സ്വാഭാവിക ജാമ്യം അനുവദിച്ച് നൽകുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന പ്രതികൾക്കും ഇത്തരത്തിലുള്ള ജാമ്യം അനുവദിച്ച് കിട്ടുമെന്നുള്ളതാണ്. അതുകൊണ്ട് മറ്റുള്ള പ്രതികൾക്കും ഇനി ദിവസം കഴിയുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അവരൊക്കെ വിജിലൻസ് കോടതിയെ ഈ ജാമ്യ ഹർജിയുമായി സമീപിക്കും. എന്തായാലും ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ SITയുടെ വീഴ്ചയെ തുടർന്നുണ്ടാകുന്ന ഈ ഒരു ജാമ്യം അത് ഓരോ പ്രതികൾക്കും ഇങ്ങനെ ലഭിക്കുകയാണ്. ഇതുവരെ 4 പ്രതികൾ, അതായത് മുരാരി ബാബു, സുധീഷ് കുമാർ, ശ്രീകുമാർ അടക്കമുള്ള പ്രതികൾ, മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നിവരും ജയിൽ മോചിതരായിരിക്കുന്നു. അതിനു പിന്നാലെയാണ് മുൻ ദേവസ്വം പ്രസിഡന്റും CPMന്റെ പ്രതിനിധി കൂടിയായ മുഖ്യമന്ത്രിയുടെ ഓഫീസിലടക്കം വലിയ സ്വാധീനമുള്ള എൻ വാസു അടക്കം ജയിൽ മോചിതനാകാൻ പോകുന്നത്. എന്തായാലും SITയെ സംബന്ധിച്ചിടത്തോളം വലിയ വിമർശനം ഉയരുകയാണ്. കാരണം ഇത്രയും ദിവസമായും കുറ്റപത്രം സമർപ്പിക്കാത്തത് ഈ പ്രതികൾക്കൊക്കെ സ്വാഭാവിക ജാമ്യം അനുവദിച്ച് കിട്ടുവാനുള്ള ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന് SIT ഉദ്യോഗസ്ഥർക്കും കൃത്യമായും, അതായത് ഹൈക്കോടതി നിരീക്ഷണത്തിനാണെങ്കിൽ പോലും സംസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥരാണ്, അവർക്കൊക്കെ കൃത്യമായിട്ടും അറിയുന്ന കാര്യമാണ് 90 ദിവസം കഴിഞ്ഞാൽ ഒരു പ്രതിക്ക് സ്വാഭാവികമായും ജാമ്യം അനുവദിച്ച് കിട്ടും. അത് ശബരിമല സ്വർണ്ണ കവർച്ച കേസ് പോലെ ഇത്രയും പ്രമാദമായിട്ടുള്ള ഒരു കേസ്, ആ കേസിലെ പ്രതികൾക്കാണ് ഇങ്ങനെ സ്വാഭാവിക ജാമ്യം അനുവദിച്ച് കിട്ടുവാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നത്. ഇതിനെതിരെയാണ് കടുത്ത വിമർശനം ഉയരുന്നത്. SIT ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള ചോദ്യം വിവിധ കോണുകളിൽ നിന്നും ഉയർന്നു വരികയാണ്. ശരി, എം മനോജാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.